ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം പല പൊല്യൂഷനുമുണ്ട്. അന്തരീക്ഷത്തിലെ ഈ മോട്ടോർ വാഹനങ്ങൾ വിസർജിക്കുന്ന അതിൻ്റെ കാർബൺ കൊണ്ടുള്ള എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്, വെള്ളത്തിൽ പൊല്യൂഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു പൊല്യൂഷൻ ലൈറ്റ് പൊല്യൂഷനാണ്. നഗരങ്ങളിലൊക്കെ വെളിച്ചം കൊണ്ടുള്ള ഒരു മലിനീകരണം രാത്രികാലങ്ങളിൽ നടക്കുന്നു. പക്ഷെ നമുക്ക് കാണുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. സത്യത്തിൽ മനുഷ്യന്റെ വിശ്രമത്തെ അത് ബാധിക്കും. ഒരു ഗ്രാമത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനും നഗരത്തിന്റെ വെളിച്ചത്തിന്റെ ഉള്ളിൽ കഴിയുന്ന ഒരു മനുഷ്യനും കിട്ടുന്ന ശരീരത്തിന്റെ സുഖം വ്യത്യാസമുണ്ടെന്നാണ്. അത് ഇന്ന് സയൻസ് തെളിയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ലൈറ്റ് കൊണ്ടൊരു പൊല്യൂഷൻ നടക്കുന്നുണ്ട്. അമിതമായ വെളിച്ചം രാത്രിയിൽ ഉണ്ടായാൽ ആ രാത്രിയിൽ നിന്ന് കിട്ടേണ്ട സുഖം, അതിൽ നിന്ന് കിട്ടേണ്ട വിശ്രമം, അള്ളാഹു വിശ്രമിക്കാൻ ഉണ്ടാക്കിയ സമയമാണ് രാവ്, അത് കിട്ടൂലാണ്. വെളിച്ചത്തിൽ നിന്ന് പോലും ഒരു പൊല്യൂഷൻ നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ രാത്രി വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തായി പടച്ചതാണ് രാവും പകലും. ഇതിന് ഓരോന്നിനും ഓരോരോ ധർമ്മങ്ങളുണ്ടെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. വല്ലൈലി ഇദാ യഗ്ശാ, എല്ലാ വസ്തുക്കളെയും മൂടിക്കളയുന്ന രാവിനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ, സർവ വസ്തുക്കളും പ്രത്യക്ഷപ്പെടുന്ന പകലിനെ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലൈലിൽ പറയുന്നു. അള്ളാഹു സത്യം ചെയ്യുന്ന വിഷയങ്ങൾ മനുഷ്യനെ മനസ്സിലാക്കേണ്ട അത്ഭുതങ്ങളിൽ വലിയ അത്ഭുതങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. വല്ലൈൽ, നമ്മളൊക്കെ എത്ര സിമ്പിളായിട്ടാണ് വിചാരിക്കുക. എന്താ രാവും പകലും ഇത്ര പറയാൻ മാത്രം എന്താണ്? വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. ഇത് രണ്ടും എതിരല്ലെന്ന് മനസ്സിലാക്കണം. രാവിന്റെ എതിരല്ല, രാവിന്റെ ഓപ്പോസിറ്റ് അല്ല പകൽ. നൈറ്റിന്റെ ഓപ്പോസിറ്റ് അല്ല ഡേ എന്ന് പറയുന്നത്. ഡേയും നൈറ്റും ഓപ്പോസിറ്റുകളല്ല. ഇതുപോലെ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണോ? അല്ലല്ലോ. ഒന്ന് മറ്റൊന്നിന് പകരം നിൽക്കേണ്ടവർ, ഒന്ന് മറ്റൊന്നിന് തുടരെ വരേണ്ടവർ എന്നർത്ഥത്തിൽ രാവും പകലും വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ. സ്കൂളിലൊക്കെ ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ഒരു എതിർ എന്ന് പറയുന്ന ഒരു ഉദാഹരണത്തിലൊക്കെ നമ്മൾ രാവും പകലൊക്കെ എണ്ണിപ്പോന്നിട്ടുണ്ടോ എന്നറിയില്ല. സത്യത്തിൽ അത് അങ്ങനെയല്ല, എതിരല്ല. രണ്ടും ഓരോന്നിനും വ്യത്യസ്തമായ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സമയങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സൂറത്തുൽ ലൈലിൽ തന്നെ വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദകറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ. അത് കഴിഞ്ഞിട്ട് അള്ളാഹു ഉടനെ പറയാം വമാ ഖലഖൽ ദകറ വൽ ഉൻസാ. അള്ളാഹു ആണിനെ പടച്ചതും പെണ്ണിനെ പടച്ചതും അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. രാവും പകലും പറഞ്ഞിട്ട് ആണും പെണ്ണും ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ അമലുകൾ വ്യത്യസ്തമാണല്ലോ എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് പോവുകയാണ്. അപ്പോ ഇവിടെ രണ്ടും എതിരുകളല്ല. ഓരോന്നും ആണിന് ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. ഇത് രണ്ടും പഠിപ്പിക്കാനായി രാവിനെയും പകലിനെയും അള്ളാഹു മുമ്പിൽ നിർത്തി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു സൂറത്തുൽ ലൈലിൽ. ഇവിടെ അല്ലാഹു തആല പറയുന്നത് വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ. രാവും പകലും മാറി മാറി വരുന്നത് അല്ലാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതല്ലയോ? വജഅൽന ലൈല ലിബാസൻ വജഅൽന നഹാറ മആശാ. രാവിന്റെ ഇരുട്ടിൽ കഴിയുമ്പോഴാണ് മനുഷ്യൻ അല്ലാഹു വിശ്രമം നൽകുന്നത്. ഇരുട്ട് വെളിച്ചത്തിൽ അധ്വാനിക്കാൻ പോയ ഒരു മനുഷ്യൻ വിശ്രമിക്കണമെങ്കിൽ ആ മനുഷ്യന് ഇരുട്ട് ആവശ്യമാണ്. വിശ്രമത്തിന് ഇരുട്ടാണ്. നമ്മൾ വിചാരിക്കില്ല ഉറങ്ങിയാൽ മാത്രം മതി. നല്ലല്ലോ. പകൽ ഉറങ്ങുന്നവർ പോലും ഇരുട്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉറങ്ങുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഇരുട്ടുണ്ടാക്കണം, അപ്പോഴേ വിശ്രമം പൂർത്തിയായി കിട്ടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതിനല്ലാഹു രാവിലെ ഇരുട്ട് കൊടുത്തു. ഇതിൽ സൂറത്തുർ റൂമിൽ അല്ലാഹു തആല ഉറങ്ങേണ്ടത് രാത്രിയാണ്, അധ്വാനിക്കേണ്ടത് പകലാണ്. അതാണ് അല്ലാഹുവിന്റെ സിസ്റ്റം. അവിടെ നിങ്ങളുടെ മഈശത്ത് പകലിലാണ്. നിങ്ങളെ ആവരണം ചെയ്യുന്ന പുതപ്പിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് രാവ്. വിശ്രമിക്കാനുള്ളതാണ് രാവ്. അത് നിങ്ങൾക്ക് വസ്ത്രമാണ്. പകൽ നിങ്ങൾക്ക് മഈശത്തിന്റെ സമയമാണ്. സുബ്ഹാനല്ലാഹ്. ജനങ്ങളത് മാറ്റിമറിച്ചിരിക്കുകയാണ്. രാത്രി പകലാക്കുകയും പകൽ രാവാകും. അങ്ങനെ ആളുകൾ സുബഹി വരെ ഉറക്കൊഴിച്ച് പിന്നെ സുബഹി കഴിഞ്ഞ് മഗ്രിബ് വരെ ഉറങ്ങുകയാണ്.
അപ്പൊ പ്രപഞ്ചത്തിന്റെ താളം തെറ്റുകയാണ്. അങ്ങനെ വരുമ്പോ ഒരു കാര്യത്തിലും ഉന്മേഷമില്ല. ഉറക്കൊഴിച്ച് ജോലിക്ക് പോകുന്നവന് ഉന്മേഷമില്ല. പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉറക്കം തൂങ്ങുകയാണ്. റിസർച്ച് നടത്തുന്ന ആളത് നടക്കുന്നില്ല. കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഉന്മേഷത്തോടുകൂടെ ജോലി ചെയ്യുന്നില്ല. താളം തെറ്റുകയാണ്. എന്തേ? അള്ളാഹു സംവിധാനിച്ചത് ഇങ്ങനെയാണ്, മനുഷ്യനത് മാറ്റിമറിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. എന്നാലും ചില ആളുകൾക്ക് രാത്രി നൈറ്റ് ഡ്യൂട്ടി, രാത്രി ജോലി ചെയ്യേണ്ടി വരില്ലേ? സുബ്ഹാനല്ലാഹ്, ഉണ്ടല്ലോ. പട്ടാളക്കാർ, നിയമപാലകന്മാർ, ഇവർക്ക് രാത്രി ജോലിയുണ്ട് അല്ലേ? ചില ഖുബ്സൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ നേരം വെളുക്കുന്നവരെ പണിയെടുക്കേണ്ടി വരും. അത്തരക്കാരായ ആളുകളെ പോലും അല്ലാഹു തആല മറന്നു കളഞ്ഞിട്ടില്ല. അവരെ പോലും ഖുർആൻ ഓർത്തിട്ടുണ്ടെന്നാണ്. അത് കാണുന്നത് സൂറത്തുർ റൂമിലാണ്. അവിടെ അല്ലാഹു തആല ഉറക്കനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പകലിൽ ഉള്ള ഉറക്കം കൂടെ അല്ലാഹു പറയും. അത് ആർക്കുള്ളതാണ്? രാത്രി ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ആളുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണല്ലോ മനാമുകും ബില്ലൈലി, രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത്. ഉറക്കത്തെ സംബന്ധിച്ച് ഒരുപാട് പറയാനുള്ളതാണ്. അത് നമ്മുടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ആയത്തിൽ അത് വരാത്തത് കൊണ്ട് നമ്മളത് മാറ്റി വെക്കുകയാണ്. മനാമുകും ബില്ലൈലി, രാത്രി നിങ്ങൾ ഉറങ്ങുന്നതും, വന്നഹാരി, പകലിൽ ഉറങ്ങുന്നതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണല്ലോ. ആ ആയത്ത് നോക്കുമ്പോൾ എന്നാ പിന്നെ പകൽ ഉറങ്ങാൻ പറ്റുന്നാണല്ലോ ആ പറയുന്നത്. അങ്ങനെ വന്നാൽ രാത്രി ഉറക്കൊഴിക്കണല്ലോ എന്ന് നമ്മൾ വ്യാഖ്യാനിക്കല്ലേ. അത് മുഫസ്സിരീങ്ങൾ പറയട്ടെ. അവർ പറഞ്ഞത് രാത്രി ജോലി നിർബന്ധമായി വരുന്ന ആളുകൾ, രാത്രി ഉറങ്ങാൻ കഴിയാത്തവർ പകൽ രാവാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ആ ഖുർആനിൽ പറ, അവരെ പോലും അള്ളാഹു മറന്നിട്ടില്ല. അങ്ങനത്തെ ആളുകൾ പകൽ ഉറങ്ങണം. അവർക്ക് പകൽ ഉറങ്ങേണ്ടി വരും. അവരുടെ ഡ്യൂട്ടി അങ്ങനെയാണ്, അവരുടെ ജോലിയുടെ സ്വഭാവം അതാണ്. അങ്ങനെ ഉറങ്ങുന്നത് പോലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ശരീരത്തിന് എത്ര ന്യൂട്രീഷൻ കൊടുത്താലും ഉന്മേഷം കിട്ടില്ല. ഉറക്കന്നെ വേണ്ടേ? ശരീരത്തിന്റെ പൂർണ്ണ വിശ്രമം കിട്ടണമെങ്കിൽ ഉറക്കന്നെ വേണം. ഉറക്കുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ അതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ, നമ്മൾ ഫീഡ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ അതിന്റെ സ്ഥലങ്ങളിൽ, അതിന്റെ ലൈബ്രറികളിൽ കൊണ്ടുപോയി അടുക്കി വെക്കണമെങ്കിൽ ഉറങ്ങണം. ഉറങ്ങിയാലേ ഓർമ്മശക്തി ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉറക്കൊഴിക്കരുത്, നേരത്തെ ഉറങ്ങണം അവർ. എന്നാലേ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പഠിക്കും, പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല. ഒന്നും എഴുതാൻ കിട്ടിയില്ല എന്ന് പറയില്ലേ? അതിനർത്ഥം എന്താ? മെമ്മറി കിട്ടാതിരുന്നത്. ഉറങ്ങിയാൽ ശരീരം വിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്ത് ഓരോ ഫയലുകളും അത് വെക്കേണ്ടടുത്ത് നമ്മുടെ ബ്രെയിൻ അത് വർക്ക് ചെയ്യുന്നത് ഉറങ്ങുമ്പോഴാണ്. ഉറക്കില്ലെങ്കിൽ ഇത് നടക്കില്ല, ഓർമ്മശക്തി ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലയോ നിങ്ങൾ അള്ളാഹു ഉറക്കി കിടത്തുന്നത് രാത്രിയിലും പകലിലും? ഒരൊറ്റ സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുള്ളൂ, പകലിലെ ഉറക്കം. സുബ്ഹാനല്ലാഹ്, മനാമുകും ബില്ലൈലി വന്നഹാർ. സുബ്ഹാനല്ലാഹ്. വമിൻ, അതിനെ സംബന്ധിച്ച് മുഫസ്സിർ, വമിൻ ദിഖ്ഖത്തിൽ അദാഇൽ ഖുർആനി അൻ യുറാഇ ഹഉലാഇ അല്ലദീന യഅമലൂന ലൈല. രാത്രി ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും അല്ലാഹു പരിഗണിച്ചത് ഖുർആനിന്റെ വളരെ അതിസൂക്ഷ്മമായ സമീപനങ്ങളിൽ പെട്ടതാണെന്ന് മുഫസ്സിരീങ്ങൾ പറയാൻ. രാത്രി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും ഖുർആൻ ഒന്ന് സൂചിപ്പിച്ചു. മനാമുകും ബില്ലൈലി വന്നഹാർ, രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നത്. അപ്പൊ പകൽ ഉറങ്ങുന്നത്, രാത്രി ഉറങ്ങാൻ കഴിയാത്തവർ. അപ്പോ രണ്ടും, രാവും പകലും എന്നല്ലാഹു നിശ്ചയിച്ചത് അല്ലാഹു തആല രണ്ട് ഡ്യൂട്ടികൾ നിർവഹിക്കാനുള്ള രണ്ട് സമയങ്ങളായിട്ടാണ്. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അപാരമായതാണ്. നമ്മുടെ ഭൂമി കറങ്ങുകയാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വ സാധനങ്ങളും കൊണ്ട് അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ അത് കറങ്ങുന്നു. അതല്ലേ നമ്മൾ പഠിക്കുന്നത്? ഭൂമിയുടെ കറക്കം എന്ന് പറയുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടുള്ള ഒരു കറക്കമാണ്. ഇങ്ങനെ ഒരു റൊട്ടേഷൻ നടക്കുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഭൂമിയുടെ കറങ്ങുന്നു, അവിടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. സൂര്യന്റെ അഭിമുഖമായി വരുന്ന ഭാഗം നമുക്ക് പകലാണ്, മറ്റേ ഭാഗക്കാർക്ക് രാത്രിയാണ്. നമ്മുടെ ഈ ക്ലാസ് ഇപ്പൊ നടക്കുന്ന സമയം നമ്മുടെ ഒരു സുഹൃത്ത്, ന്യൂസിലാൻഡിലുള്ള സുഹൃത്ത് കണ്ടത് പിറ്റേ ദിവസം സുബഹി നിസ്കരിച്ച് 6 മണിക്കാണ്. ലൈവായിട്ട് നമ്മളിപ്പോൾ നടക്കുന്ന ക്ലാസ് അവിടെ അവർക്ക് നേരം വെളുത്തുപ്പോ, അവിടെ ഇപ്പൊ നേരം വെളുത്തിരിക്കുകയാണ്, നമുക്ക് ഇശ ആയതാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനം. ഇതിൽ മറ്റൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് വഴി വരുന്ന ഒരു ആയത്ത്, ഈ ഭൂമി ഉരുണ്ടതാണെന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭാഗം രാവും പകലും സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിക്കുമ്പോഴാണ്.
രാത്രിയും പകലും വരുമ്പോഴാണ് അള്ളാഹു ഭൂമി സ്ഫെറിക് അല്ലെങ്കിൽ സെമിസ്ഫെറിക്കാണ്, ഭൂമി ഒരു ഗോളാകൃതിയുള്ള അല്ലെങ്കിൽ അർദ്ധഗോളാകൃതിയിലുള്ളതാണ് എന്ന ആ ഒരു രീതിയിലേക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ വിരൽ ചൂണ്ടുന്നത് രാവും പകലും സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോഴാണ്.